ഹരേ കൃഷ്ണ. ശൂർപ്പണഖയുടെ വൃത്താന്തമാണ് ഞാനിവിടെ പറയുന്നത്. രാവണന്റെ സഹോദരി ശൂർപ്പണഖയുടെ ഭർത്താവ് വിദ്വജ്ജുഹനെ രാവണൻ വധിച്ചു. ഇതറിഞ്ഞു ശൂർപ്പണഖ രാവണന്റെ മുമ്പിൽ വന്ന് അലമുറയിട്ട് കരഞ്ഞു. അവളുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ രാവണൻ ശൂർപ്പണഖയോട് ഇങ്ങനെ പറഞ്ഞു: ശൂർപ്പണഖേ, നീ ത്രിലോകങ്ങളിൽ സഞ്ചരിച്ച് ഇഷ്ടമുള്ള പുരുഷനെ വരിച്ചുകൊള്ളുക. ആരെങ്കിലും നിന്നെ വരിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചാൽ ആ വിവരം എന്നെ അറിയിക്കുക. ഞാൻ ഉടൻ തന്നെ അവനെ നിന്റെ ഭർത്താവാക്കിക്കൊള്ളാം. അത് കേട്ട് ശൂർപ്പണഖ സന്തുഷ്ടയായി. അവർ കരദൂഷണ ത്രിശിരസുകളോടൊപ്പം ത്രിലോകങ്ങൾ മുഴുവൻ ചുറ്റി നടന്നു. ഈ അവസരത്തിൽ ശൂർപ്പണഖയുടെ പുത്രനായ ശംഭുകുമാരൻ ദണ്ഡകാരണ്യത്തിൽ ശിവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ദണ്ഡകാരണ്യത്തിലുള്ള പഞ്ചവടിയിൽ എത്തിച്ചേർന്ന സീതാസമേതനായ രാമലക്ഷ്മണന്മാർ അവിടെ ഒരാശ്രമം കെട്ടി പാർക്കാൻ തീരുമാനിച്ചത്. സീതയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ശംഭുകുമാരന് അവളിൽ മോഹമുദിച്ചു. ഉടനെ മായ കൊണ്ട് ഒരു വൃക്ഷമായി തീർന്നു. അങ്ങനെ ആ വൃക്ഷമായി അവിടെ നിലയുറപ്പിച്ചു. ആശ്രമം പണിയുന്നതിനായി ലക്ഷ്മണൻ മരം മുറിച്ച കൂട്ടത്തിൽ ശംഭുവൃക്ഷത്തെയും വെട്ടിമുറിച്ചിട്ടു. അതോടെ ശംഭുകുമാരനും കൊല്ലപ്പെട്ടു. ശൂർപ്പണഖ രാവണന്റെ അനുമതിയോട് ഇഷ്ടവരനെ കണ്ടുപിടിക്കുന്നതിനായി ദണ്ഡകാരണ്യത്തിലെത്തി. അവൾ ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നെങ്കിലും അവൾക്ക് ഇഷ്ടവരനെ കണ്ടെത്താനായില്ല. അപ്പോഴാണ് രാമലക്ഷ്മണന്മാരോടൊപ്പം സീതയും ദണ്ഡകാരണ്യത്തിലെത്തിയ വിവരം അവൾ അറിഞ്ഞത്. അവൾ വേഷം മാറി ലളിതമായ വേഷം ധരിച്ചു ശ്രീരാമന്റെ ആശ്രമത്തിലെത്തി. അതിസുന്ദരനായ ശ്രീരാമനെ കണ്ട് ശൂർപ്പണഖ മോഹിച്ചു. തൻ്റെ ആഗ്രഹം ശ്രീരാമനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ശ്രീരാമൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. അതിനു കാരണം സീതാദേവിയുടെ സൗന്ദര്യമാണെന്ന് കരുതിയ ശൂർപ്പണഖ ആശ്രമത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയും സീതയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. വിശ്വസുന്ദരിയായ സീത ജീവിച്ചിരിക്കെ ശ്രീരാമൻ എന്നെ സ്വീകരിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ശൂർപ്പണഖ യഥാർത്ഥ രൂപത്തിൽ സീതയെ ആക്രമിച്ചു. അത് കാണാനിടയായ ലക്ഷ്മണൻ അവിടെ ഓടിയെത്തുകയും തൻ്റെ അസ്ത്രം കൊണ്ട് അവളുടെ ചെവിയും മൂക്കും കുജങ്ങളും ഛേദിക്കുകയും ചെയ്തു. വേദന കൊണ്ട് പുളഞ്ഞ അവൾ അലറി വിളിച്ചുകൊണ്ട് രാവണ സന്നിധിയിലെത്തി വിവരം ധരിപ്പിച്ചു. ക്രുദ്ധനായ രാവണൻ രാമലക്ഷ്മണന്മാരെ നിഗ്രഹിക്കുന്നതിനായി കരഭൂഷാദികളെ അയച്ചു. അവർ രാമലക്ഷ്മണന്മാരുമായി ഏറ്റുമുട്ടി പരാജയം വരിച്ചു. ഹരേ കൃഷ്ണ.